നീരജ് മാധവ് ഒരു ഡാൻസ് ഓക്കെ. ഇതൊരു ചെറിയ ക്ലൂ ആണ്. ഇറ്റ്സ് ലൈക്ക് നീരജ് മാധവ് അതിനകത്ത് ഒരു ചെറിയ റോളാണ് ചെയ്തിരുന്നത്. പക്ഷെ കഥയുടെ നിർണായക ഭാഗത്ത് ട്വിസ്റ്റ് കൊണ്ടിരുന്നത് ആ ക്യാരക്ടറാണ്. നാരായണൻകുട്ടി കൃഷ്ണ സപ്തമശ്രീ തസ്കരാണോ? വർഷങ്ങൾക്ക് ശേഷം ഇല്ല, പക്ഷെ ട്വിസ്റ്റ് ദൃശ്യം. എനിക്ക് മനസ്സിലായി. പക്ഷെ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയില്ല. അതാണ് ക്ലൂ ക്ലൂ മെമ്മറീസ്. അതായിരുന്നോ? അതിൽ ട്വിസ്റ്റ് അല്ലേ? അത് ട്വിസ്റ്റ്. ഞാൻ വിചാരിച്ചു വർക്ക്ഷോപ്പിലെ ജോലിക്കാരൻ. അത് ക്ലൂ കിട്ടുന്നത് അതിനകത്ത്. എന്റെ ഫസ്റ്റ് പടം അത് അല്ല, സെക്കൻഡ് പടം. ആകെ 2 സീനുള്ളൂ. അതില് പക്ഷെ ആൾക്കാർക്ക് ഞാനാന്ന് പോലും അന്ന് പലർക്കും ഇപ്പം പിന്നെ റീവാച്ച് ചെയ്യുമ്പോഴല്ലാതെ അന്ന് എന്റെ പേര് പോലും ആൾക്കാർക്ക് അറിയില്ലല്ലോ. പക്ഷെ ആ പടത്തില് ജിത്തു ചേട്ടൻ ആദ്യത്തെ സീൻ കഴിഞ്ഞപ്പം നീ കൊള്ളലോടാ, നിനക്ക് വേറൊരു പടം ഉണ്ട് ഞാൻ പറയാന്നുണ്ട്, അങ്ങനെയാണ് ദൃശ്യത്തിലോട്ട്. അതിൽ 2 സീനേ ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി. ഓക്കെ, ഇനി ഗൗരിയിലേക്ക് പോവാം. ഗൗരിയുടെ മലയാളം ഡെബ്യൂ. മിസ്റ്റർ ഔത്തർ ഡെബ്യൂ. ഓ, അതിന് മുമ്പുണ്ടോ? അതിന് മുമ്പ് സണ്ണിയുടെ കൂടെ ഉള്ള അനുഗ്രഹീതൻ ആന്റണി. അത് മാർഗംകളി അല്ല, പക്ഷെ അനുഗ്രഹീതൻ ആന്റണിയാണ് അതാ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയല്ല, അതിലൊരു പാട്ട്. ക്യാമിയോ. ഗൗരി അഭിനയിച്ച ഫസ്റ്റ് വെബ് സീരീസ്. അയ്യോ, ഒരെണ്ണം പറഞ്ഞല്ലോ കുറച്ച് മുന്നേ. ഞാനൊരു പറക്കുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റ്. ഡാഷ് റോക്കറ്റ്. യെസ്, ഫ്ലൈ റോക്കറ്റ്. അല്ല, ഭയങ്കര ഫീൽ ഗുഡ് വെബ് സീരീസ്. അല്ല, പേര് പറഞ്ഞിരുന്നു. പേര് ഇപ്പൊ കയ്യില് പേപ്പർ റോക്കറ്റ്. ഗൗരി ജനിച്ച സ്ഥലം വർക്കല. സോറി, ഇവിടെ നമ്മുടെ എന്നോട് പറഞ്ഞിരുന്നു. നമ്മുടെ ഷൂട്ട് ചെയ്ത ലവകുശ ക്ലൈമാക്സ് ആ വീട് എവിടെ ഇരിക്കുന്ന സ്ഥലം? തൃപ്പൂണിത്തുറ കഴിഞ്ഞിട്ട് പോകുന്ന തൃപ്പൂണിത്തുറ കഴിഞ്ഞൊക്കെ അങ്ങോട്ട് പോകുന്ന കോട്ടയം. ജോഗ്രഫിക്കലി വളരെ വീക്കാന്ന് അറിയില്ല. നമ്മുടെ അരൂർ, ആലപ്പുഴ അല്ല, വി വെച്ചിട്ടാ. വടുതലേ? അല്ല, വി വെച്ചിട്ടാ. അവിടെ ഒരു അമ്പലം, വലിയ ഫേമസ് അമ്പലം ഉണ്ട്, ശിവക്ഷേത്രം അല്ലേ? അവിടെ അല്ല. അതെ, പക്ഷെ അവിടെ അല്ല. എന്റെ നാട് അതാണെങ്കിലും ഞാൻ ജനിച്ചത് വേറെ സ്ഥലത്ത്. ആണോ? അതാ പിന്നെ കുട്ടീനെ പറയൂ. അടൂരൻ അല്ല, ഞാൻ തിരുവല്ലയിലാ ജനിച്ചത്. ഞാനും സായിപ്പിന്റെ ആശുപത്രി. ഞാൻ പുഷ്പഗിരി. നിങ്ങൾ രണ്ടുപേരും അവിടെയാണോ ജനിച്ചത്? കണ്ടോ, ഇത് നിങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. അല്ല, അടൂരിന്റെ അച്ഛന്റെ വീടും വൈക്കം എന്റെ അമ്മയുടെ. അപ്പം ആക്ച്വലി അജു ചേട്ടൻ കറക്റ്റ് ആയിരുന്നു. വൈക്കം. ഓക്കെ, ഗൗരിയുടെ എത്രാമത്തെ സിനിമയാണ് ലാസ്റ്റ് ഇറങ്ങിയത്? അങ്ങനെ പറയാൻ പാടില്ല. ഇതൊക്കെ എങ്ങനെ പാടാം? അറിയില്ല. 10, 8. മാസ്റ്റർ എത്രാമത്തെ ആയിരുന്നു? മാസ്റ്റർ മൂന്നാമത്തെ പടമായിരുന്നോ? 96 ഫസ്റ്റ്. 96 അനുഗ്രഹീതൻ ആന്റണി, മാസ്റ്റർ, കർണൻ. 10 കറക്റ്റ് 11 ആയിരിക്കും. ഓക്കെ, ഈ ശരിക്കും വർഷങ്ങൾക്ക് ശേഷത്തിലേക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ ഇല്ലാതിരുന്നത് ശരിക്കും ഭയങ്കര വിഷമമായി തോന്നി. പിന്നെ അല്ല, ഞങ്ങൾ ബോധപൂർവ്വം ഞങ്ങൾ സേവ് ചെയ്യായിരുന്നു കുറച്ചുകൂടെ വലിയൊരു പരിപാടിക്ക് വേണ്ടി. ഓഡിയൻസിന് വിഷമമുണ്ട്. ഞാൻ വിചാരിച്ചു രണ്ടുപേരും എപ്പോഴാണ് ഒരു ചേഞ്ചിന് വേണ്ടി ബേസിൽ നല്ല റോളായിരുന്നു. ഭയങ്കര എനിക്ക് ആ വാക്കിംഗ് ഷോട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. സിഗാറൊക്കെ പിടിച്ചിട്ട് അതിന്റെ കോമഡി ഉണ്ട്. അത് ഷൂട്ട് ചെയ്തതിന്റെ കോമഡി പക്ഷെ ബേസിലാണ്. ബേസിലുള്ളപ്പോഴാണ് അത് പറയാൻ. അവനെന്തെങ്കിലും പറഞ്ഞാണ് ധ്യാനം ബേസിലും. ഇരുത്താതെ അപരാധം പറയാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, അത് ഷൂട്ട് ചെയ്യുമ്പോ ബേസിലും ധ്യാനമൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ എന്റെ ഷൂട്ട് ഭയങ്കര ഫണ്ണാണ്. എനിക്കറിയാം സിഗാർ പിടിക്കാൻ. അതായത് നീരജ് വരുമ്പോ നീരജിനെ തേച്ചൊട്ടിക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു ബേസിലും ധ്യാനം. ബേസിൽ ഓൾറെഡി ധ്യാനിനെ ഒട്ടിച്ചോണ്ടിരിക്കുക. അപ്പൊ നീരജ് വരുമ്പോ ഒട്ടിക്കാന്ന് വെച്ചിരുന്നു. പക്ഷെ നീരജ് വന്നപ്പോ ധ്യാൻ വിദഗ്ധമായി ബേസിലിനെ നീരജിനൊപ്പം ചേർന്നു. അതായത് അവൻ പറഞ്ഞിട്ട് പറഞ്ഞടാ, നീ വരുമ്പോ നിന്നെ കീറി ഒട്ടിക്കാൻ വേണ്ടി എന്നോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫ്ലിപ്പ് ചെയ്ത് നമ്മൾ നമുക്ക് അവനെ പൊളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അഹങ്കരിച്ചിരിക്കുന്നു. അന്ന് ബേസില് അടിയറവ് പറഞ്ഞ് എന്റെ ഷൂട്ട് ചെയ്യാൻ വരുമ്പം എന്റെ ഇൻട്രോ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അളിയൻ മോണിറ്ററിന്റെ ഫ്രണ്ട് ഉണ്ട്, കാണട്ടെ നിന്റെ സ്ലോ മോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ നടന്നു വരുന്നു സിഗാറ് വലിച്ചോണ്ട്. അപ്പം ഇങ്ങനെയാണോടാ സിഗാറ് വലിക്കുന്നത്? അപ്പം വിനീതേട്ടൻ അവിടെ ഉണ്ട് കേട്ടോ.
അപ്പൊ ഞാൻ കരുത് അപ്പൊ വിനീതേട്ടൻ പറഞ്ഞ നീ പോയി കാണിച്ചു കൊടുക്കും. അല്ല ഞാൻ കാണിച്ചു. അങ്ങനെ ഇവൻ സിഗാർ എടുത്തിട്ട് പുക വരുന്നില്ല. അപ്പൊ തന്നെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ അതിന്റെ സിഗാർ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം. അപ്പൊ ഫ്ലിപ്പ് ചെയ്യുന്ന കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞു. അപ്പൊ അവൻ ഫ്ലിപ്പ് ചെയ്തപ്പോ അവന്റെ തലയിൽ തന്നെ അതോടുകൂടി പിന്നെ അവിടുന്ന് അങ്ങോട്ട് താഴേക്ക് വെച്ചടി. ആ ചുമ്മാതല്ല തോറ്റുന്ന കർമ്മ അവന് പണി തരാൻ പ്ലാൻ ചെയ്തിട്ട് പണി പാടും. കുഞ്ഞിരാമൻ ടൈമിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായില്ല. ബിസി അല്ലായിരുന്നു. ഡയറക്ഷനില് കട്ടേട്ടൻ ഈ കുടയുടെ ഐശ്വര്യം നീരജ് പറഞ്ഞത്. കുട്ടേട്ടൻ ഈ കടയുടെ ഐശ്വര്യം. താങ്ക് യു, വാല്യുബിൾ. ശരിക്കും വർഷങ്ങൾക്ക് ശേഷം ഇന്റർവ്യൂവിനും നീരജ് ചേട്ടൻ വേണമായിരുന്നു. പിന്നെ ഒരു നീരജിനെ നിവിനെയൊക്കെ എനിക്കൊന്നും ഒരു പരിധി വരെ അങ്ങനെ എക്സ്പോസ് ചെയ്യാതിരുന്ന ഒരു 5 മിനിറ്റ് അല്ലേ ഒരു വൈബ് കിട്ടാൻ വേണ്ടി കുറെ അവര് ഫുൾ വൈബ് ഉണ്ടാക്കിയല്ലോ രണ്ടുപേരും. ഷൂട്ടില് വൈബായിരുന്നു.